ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രോസ് ഓവർ നെറ്റ്വർക്കിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പൊ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാസീവ് ക്രോസ് ഓവർ നെറ്റ്വർക്കാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പാസീവ് ക്രോസ് ഓവർ നെറ്റ്വർക്ക്. പക്ഷെ ഇന്നും അതിന്റെ അതേ പ്രാധാന്യത്തോടു കൂടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിക്ക് പാസീവ് ക്രോസ് ഓവർ നെറ്റ്വർക്ക് നമ്മുടെ ഹോം ഓഡിയോസിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ക്രോസ് ഓവറുകളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ കൂടുതൽ വിശദീകരിച്ചത് ആക്റ്റീവ് ക്രോസ് ഓവറുകളെ കുറിച്ചാണ്. അപ്പൊ ആ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് പാസീവ് ക്രോസ് ഓവറുകളെ കുറിച്ചാണ്. പാസീവ് ക്രോസ് ഓവർ എന്താണ്? അതിന്റെ വാക്കിൽ തന്നെയുണ്ട് അതിന്റെ ഒരു ഡെഫിനേഷൻ. കാരണം പാസീവ് കമ്പോണൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ക്രോസ് ഓവർ നെറ്റ്വർക്കാണ് ഈ പാസീവ് ക്രോസ് ഓവർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ക്രോസ് ഓവർ നമ്മൾ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അത് ഇൻപുട്ട് സിഗ്നലിനും അതുപോലെ തന്നെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലും ആംപ്ലിഫയറിന്റെ ഇടയ്ക്കാണ് അത് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയറിനും ശേഷമാണ്, ആംപ്ലിഫയറിനും ഡ്രൈവേഴ്സിനും, അതായത് സ്പീക്കർ, ബൂഫർ, ട്യൂട്ടർ പോലെയുള്ള ഡ്രൈവേഴ്സിനും ഇടയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നോർമലി ഇത് വരുന്നത് നമ്മൾ സ്പീക്കർ ബോക്സിനകത്താണ് ഈ പാസീവ് ക്രോസ് ഓവർ ഫിക്സ് ചെയ്യുന്നത്. പാസീവ് ക്രോസ് ഓവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് എന്തുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സ്പീക്കർ നമ്മൾ മാത്രം വെച്ച് പ്ലേ ചെയ്യുമ്പോൾ ഒരിക്കലും അതിന്റെ കൃത്യമായ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അത് എത്ര ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ അത്രയും ഫ്രീക്വൻസി നമുക്ക് ഒരിക്കലും ശരിക്കും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻക്ലോഷർ, ഒരു ബോക്സ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള ബോക്സ്, അതിന് എത്ര വോളിയം, അതിനകത്ത് എത്രത്തോളം, എത്ര ലിറ്റർ വ്യാപ്തമുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് വേണം അത് ഡിസൈൻ ചെയ്യാൻ. ആ ഒരു ഡിസൈൻ ഈ അല്ലെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ വൂഫറുമായിട്ട് സെറ്റായാൽ മാത്രമേ ഇതിന് കറക്റ്റ് വർക്കിംഗ് കിട്ടുകയുള്ളൂ. പാസീവ് ക്രോസ് ഓവറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡക്ടേഴ്സ്, അതുപോലെ തന്നെ കപ്പാസിറ്റർ, പിന്നെ റെസിസ്റ്റർ എന്നിവയൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ കാര്യം നമുക്ക് ആദ്യം എടുത്ത് നോക്കാം. ഇതിനകത്ത് ലോ പാസ് ഫിൽറ്ററിന് വേണ്ടി പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇൻഡക്ടറുകളാണ്. ഇൻഡക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിലുകൾ. ആ കോയിൽസ് എങ്ങനെയാണ് ഇതിന് വർക്ക് ചെയ്യിപ്പിക്കുന്നത്? കോയിലുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അത് AC-യെ, അതായത് ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നതും അത് ബ്ലോക്ക് ചെയ്യുന്നു, ലോ ഫ്രീക്വൻസിയെ അത് കടത്തിവിടും. അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അതിന്. അപ്പൊ ആ ഓപ്പോസിഷൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ലോ ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. കാരണം അത് ഹൈ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്തിടും, ലോ ഫ്രീക്വൻസിയെ കടത്തിവിടും. ഈ കപ്പാസിറ്ററുകൾ ഹൈ ഫ്രീക്വൻസിയെ ഈസിയായിട്ട് കടത്തിവിടും, പക്ഷെ ലോ ഫ്രീക്വൻസി അത് ബ്ലോക്ക് ചെയ്യും. അതായത് ഇൻഡക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കപ്പാസിറ്ററുകൾ ചെയ്യുന്നത്. ഫ്രീക്വൻസി കൂടുന്തോറും റെസിസ്റ്റൻസ്, അതിന്റെ ഓപ്പോസിഷൻ കുറയുന്നു. ഇതൊരു സിമ്പിൾ ലോ പാസ് ഫിൽറ്ററിന്റെ ഒരു വർക്കിംഗ് ആണ്. നമുക്കൊരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതൊരു സിഗ്നൽ സോഴ്സാണ്, അതായത് ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ സോഴ്സാണ്. അത് ഒരു ഇൻഡക്ടറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡക്ടർ ഉപയോഗിച്ചിട്ടുള്ളൊരു ലോ പാസ് ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സ്കോപ്പ് വ്യൂ ആണ്, അതായത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇത് സിഗ്നലിൻ്റെ. അപ്പോൾ ലോ ഫ്രീക്വൻസി മുതൽ ഹൈ ഫ്രീക്വൻസി വരെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ എങ്ങനെയാണത് വരുന്നതെന്ന് നോക്കുക. ഇതിൽ ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഔട്ട്പുട്ട് മാത്രമാണ് അതിനകത്ത് വരുന്നത്. അതേസമയം ലോ ഫ്രീക്വൻസിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ വർക്കിംഗ്. അതായത് ഇൻപുട്ട് സിഗ്നലിൽ ലോ ഫ്രീക്വൻസി വരുമ്പോൾ മാക്സിമം ഔട്ട്പുട്ടും, ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നതോറും അതിൻ്റെ ഔട്ട്പുട്ട് കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ലോ പാസ് ഫിൽറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡക്ടർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ കപ്പാസിറ്ററും നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള ഇതുകളൊക്കെ നിർമ്മിക്കാവുന്നതാണ്. അടുത്തതൊരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെ വർക്കിംഗ് ആണ്. ഇതിവിടെ കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹൈ പാസ് ഫിൽറ്ററാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസി വരുമ്പോൾ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും, ഔട്ട്പുട്ട് കിട്ടില്ല. അതേസമയം ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകും തോറും ഇതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇതൊരു ഹൈ പാസ് ഫിൽറ്ററാണ്. നമ്മുടെ ട്യൂട്ടറിലേക്ക് പോലെയുള്ള അതിലേക്ക് ആവശ്യമായ ഹൈ ഫ്രീക്വൻസി മാത്രം കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഹൈ പാസ് ഫിൽറ്ററാണിത്. കപ്പാസിറ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളത്.
ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവും. ലോ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കുറഞ്ഞ് മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞ് വളരെ കുറഞ്ഞ് വരുന്നത് കാണാം. ഓക്കെ, ഇനി നമുക്ക് മിഡ് റേഞ്ച് ഫ്രീക്വൻസി ഫിൽട്ടർ ചെയ്യുന്ന ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ കാര്യം നോക്കാം. ഇതിനകത്ത് കപ്പാസിറ്ററുകളും അത് 2 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നതാണ്. ഇതുപോലെ ഇൻഡക്ടർ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ള ബാൻഡ് പാസ് ഫിൽറ്ററാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കുറവും ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് കുറവായിരിക്കും. ആ മിഡ് ഫ്രീക്വൻസി മാത്രം ഇതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. കാരണം നമുക്ക് ആ മിഡ് ഫ്രീക്വൻസി മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചിട്ടും ലോ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി എത്തുമ്പോഴും അതിൻ്റെ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. നമുക്ക് മിഡ് ഫ്രീക്വൻസി മാത്രം മാക്സിമം കിട്ടും. ഇതാണ് ബാൻഡ് പാസ് ഫിൽറ്റർ. ക്രോസ് ഓവറിനകത്തെ ഫിൽറ്ററുകളിൽ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ എന്നിങ്ങനെ ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓർഡേഴ്സ് ഓഫ് ഫിൽറ്റേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലോ പാസ് ഫിൽറ്ററിൻ്റെ കാര്യം എടുക്കാം. അതൊരു 300 ഹെർട്സിൽ നമ്മൾ ആ ഫ്രീക്വൻസി കട്ടാവണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, ഇത് ഒരു ഡിജിറ്റൽ ഡിവൈസ് അല്ല, ഇതൊരു അനലോഗ് ഡിവൈസാണ്. ഒരു നിശ്ചിത വാല്യൂ ഉള്ള ഒരു ഇൻഡക്ടർ എടുത്ത് സെറ്റ് ചെയ്തു ഫിൽറ്റർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 300 ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വോളിയം കുറയാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു എക്സാക്ട്ലി 300 തന്നെ അത് വന്ന് മിനിമത്തിലെത്തില്ല, 0 ആവില്ല. ആ ഔട്ട്പുട്ട് കുറഞ്ഞ് മിനിമത്തിലെടുക്കാൻ എടുക്കുന്ന എത്ര ഫ്രീക്വൻസി എടുക്കുന്നു അതിൻ്റെ സ്ലോപ്പ് എന്നാണ് പറയാറ്. 300 to 600 ആകുമ്പോഴായിരിക്കും അതൊരു മിനിമത്തിലെത്തുന്നത്. അപ്പോൾ ഈ സ്ലോപ്പ് നമുക്ക് ഒത്തിരി ഫ്രീക്വൻസി ആകുമ്പോഴാണ് ഇത് മിനിമത്തിലെത്തുന്നതെങ്കിൽ അതൊരു സ്ലോപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്ലോപ്പ് നമ്മൾ കുറച്ചുകൊണ്ട് വരണം. എക്സാക്ട്ലി നമുക്കൊരു 300 തന്നെ നിർത്തിക്കാൻ മാക്സിമം അതിൻ്റെ അടുത്തെത്താൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഒരു തവണ കൂടി അതിനെ ഫിൽട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് തന്നെ വീണ്ടും ഒന്നുകൂടി ഫിൽട്ടർ ചെയ്തെടുക്കുക. അതിന് ഫസ്റ്റ് സ്റ്റേജ് ഫിൽറ്ററിങ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് ഫിൽറ്ററിങ്ങിലേക്ക് പോകും. അപ്പോൾ ആ സ്ലോപ്പ് വീണ്ടും ഒന്നുകൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ തേർഡ് ഓർഡർ, ചില സാഹചര്യത്തിന് വെച്ച് ഫോർത്ത് എന്നിങ്ങനെ വിവിധ ഓർഡർ ഫിൽറ്ററുകൾ നമ്മളിതിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡേഴ്സ് ഓഫ് ഫിൽറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററുകളിൽ നമ്മൾ 6 dB സ്ലോപ്പ് ആണെന്ന് അതിന് പറയാറ്. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ നമ്മൾ ചെയ്യുമ്പോൾ അത് 6/12 ആവും. തേർഡ് ഓർഡറിൽ അത് 18, ഫോർത്ത് ഓർഡറിൽ അത് 24, അങ്ങനെ വിവിധ DBയിലേക്ക് നമുക്കതിന് സ്ലോപ്പ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡേഴ്സ് ഓഫ് ഫിൽറ്റേഴ്സ്. ഈ ക്രോസ് ഓവറുകൾ ഒരു ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്ത് കൊടുക്കൽ മാത്രമല്ല, അതിൻ്റെ വോളിയം ഈക്വലൈസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി ചെയ്യുന്നുണ്ട് ഈ പാസീവ് ക്രോസ് ഓവർ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്റ്റീവ് ക്രോസ് ഓവറിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോന്നിനും ഓരോ ആംപ്ലിഫയർ ആയതുകൊണ്ട് സെപ്പറേറ്റ് വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ വോളിയം ഈക്വലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പാസീവ് ക്രോസ് ഓവറിനകത്ത് അങ്ങനെ സെറ്റ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. പാസീവ് ക്രോസ് ഓവറിലെ കമ്പോണന്റ് നിശ്ചയിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രത്തോളം വോളിയം വേണം. അപ്പോൾ ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ട്യൂട്ടറിന്റെ കാര്യം എടുത്ത് നോക്കാം. ട്യൂട്ടറിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു വാട്ടിൽ തന്നെ അത് അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് നമുക്ക് തരും. അപ്പോൾ നമ്മൾ അതേസമയം ലോ ഫ്രീക്വൻസി ഡ്രൈവായ വൂഫറുകളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് അത്യാവശ്യം നല്ല പവർ കൊടുക്കണം, എന്നാലേ അതിന്റെ ശരിക്കൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരേ പവർ തന്നെ, ഒരേ ആംപ്ലിഫയർ എന്നുള്ള ഔട്ട്പുട്ട് ഇത് രണ്ടിലേക്കും കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്യൂട്ടറുകളുടെ സൗണ്ട് വളരെ കൂടുതലായിട്ട് കേൾക്കുകയും ചെയ്യും. നമുക്ക് വൂഫറുകളുടെ ശബ്ദം, അതായത് ലോ ഫ്രീക്വൻസി നമുക്ക് കുറച്ച് കേൾക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ ഈ പാസീവ് ക്രോസ് ഓവറിന്റെ ഒരു എന്താ പറയാ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ട്യൂട്ടറുകൾ മിഡ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ഇവയുടെ വോളിയംസ് ലെവല് ഈക്വലൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കേൾക്കാൻ നല്ല സുഖം തോന്നും. പിന്നെ ഇത് കൂടാതെ വേറൊരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ എന്താ പറയാ ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയാം. അതിനകത്ത് ഇപ്പൊ ഇൻപുട്ടിൽ നമ്മളൊരു ആംപ്ലിഫയറിന് ഒരു ഏറ്റവും ലോഡിൽ ഇത്ര വാട്ട്സ് കിട്ടും എന്നുള്ള കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ ആ ഒരു എല്ലാ ഡ്രൈവുകൾ കണക്ട് ചെയ്താലും അതിന്റെ ഒരു ഇംപിഡൻസ് ഇത്രയും ലെവലിൽ മാച്ച് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ക്രോസ് ഓവറുകൾ സഹായിക്കുന്നുണ്ട്.